അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയില്ല എങ്കിലും നമുക്ക് ഈ നഗരത്തിൻ്റെ തിരക്കിൽ നിന്നും കുറച്ച് ദിവസമെങ്കിലും ഉൾഗ്രാമങ്ങളിലെ തണുപ്പിലേക്ക് രാപ്പാർക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ഇത് റേഡിയോ ലൈമാണ്. ഹൃദയപൂർവ്വത്തിൽ ഗ്രാമത്തിൻ്റെ സൗന്ദര്യവും കുറച്ച് ഗ്രാമീണ പാട്ടുകളുമായി ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ ജൂലി ഗണപതി. അതിവേഗത്തിൽ ഓടുന്നൊരു വണ്ടി പോലെയാണ് നഗരത്തിലെ ജീവിതങ്ങൾ. നമ്മളും അതിനൊപ്പം ഓടാൻ തുടങ്ങുന്നു. ഓടിക്കതച്ച് കൂടണയുമ്പോഴേക്കും ഒരു ദിവസം നമ്മളറിയാതെ തന്നെ തീർന്നിട്ടുണ്ടാകും. നഗരത്തിൻ്റെ തിരക്കിനിടയിൽ, വേഗതയ്ക്കിടയിൽ നമ്മുടെ ജീവിതം ഒഴുകിത്തീരുന്നത് നമ്മൾ അറിയുകയേയില്ല. പട്ടണങ്ങളിലെ ജീവിതം എല്ലാ മികച്ച സൗകര്യങ്ങളും നമുക്ക് നൽകുമ്പോഴും നമുക്ക് നഷ്ടമാകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കണ്ണു നിറയെ മനസ്സു നിറയെ പ്രകൃതിയുടെ മണം ശ്വസിക്കാൻ, ഇളം തന്നലിൽ എല്ലാം മറന്നൊന്ന് ഉറങ്ങാൻ നമ്മൾ ഇടയ്ക്ക് ഓടിപ്പോകുന്നത് ഗ്രാമങ്ങളിലേക്കായിരിക്കും. ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും അവനെ മോഹിപ്പിക്കുന്ന സ്വപ്നവുമായി അവൻ്റെ ഗ്രാമം ഉണ്ടാകും. എന്നും കാവലായി നിൽക്കുന്ന ഭഗവതിക്കാവും തോറ്റംപാട്ടുമുണ്ടാകും. പല ഗ്രാമങ്ങളും ഇപ്പോൾ ഉറങ്ങാതെ ആരെയോ കാത്തിരിക്കുന്ന പോലെയാണ്. പ്രിയപ്പെട്ടവരൊക്കെ നഗരത്തിൻ്റെ വർണ്ണങ്ങളിലേക്ക് ചേക്കേറിയപ്പോൾ ഗ്രാമങ്ങൾ ഒറ്റപ്പെടലിൻ്റെ വേദനയെ ചുമക്കാൻ തുടങ്ങി. ഓരോ പുൽക്കൊടിയുടെയും ഹൃദയത്തുടിപ്പുകൾ നമുക്കറിയണമെങ്കിൽ ഗ്രാമത്തിലേക്ക് തന്നെ പോകണം. ഓരോ ഗ്രാമത്തിനും ഓരോ മണമാണ്, ഓരോ ഹൃദയ താളമാണ്. ഓരോ ഗ്രാമവും നമ്മളിലേക്ക് പകർന്നു തരുന്ന സൗന്ദര്യവും പലതാണ്. ഗ്രാമത്തിലെ ജീവിതം എപ്പോഴും പ്രകൃതിയെ പുണർന്നിങ്ങനെ കിടക്കുന്നതാണ്. ശാന്തമായൊരു ജീവിതം ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനും ഗ്രാമങ്ങളിൽ ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ഒരു പ്രണവധ്വനി പോലെയാണ് ഓരോ ഗ്രാമവും. ഒരു നീലാംബരി രാഗത്തിൻ്റെ സുഖമാണ് ഗ്രാമത്തിലേക്കുള്ള ഓരോ യാത്രയും. ഗ്രാമീണ സൗന്ദര്യത്തിൻ്റെ സത്ത എന്ന് പറയുന്നത് അതിൻ്റെ ലാളിത്യവും സാധാരണ മനുഷ്യരുടെ നിഷ്കളങ്കമായ സ്നേഹവുമാണ്. ഇളവയിലിനൊപ്പം പൊഴിയുന്ന ചെറുമഴ നനയാൻ, നീലനിശീതിനിയിൽ കോടമഞ്ഞ് നിറയുന്നത് കാണാൻ, മഴക്കാല തണുപ്പിൽ മത്സരിച്ച് കരയുന്ന കവളകളുടെ സംഗീതം കേൾക്കാൻ അങ്ങ് ഗ്രാമങ്ങളിലേക്ക് തന്നെ ചെല്ലണം. നമുക്കപ്പോൾ ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വട്ടമിട്ട് പറക്കുന്നൊരു നാട്ടുമൈനയുടെ കരച്ചിൽ, വീശിയടിക്കുന്ന തണുത്ത കാറ്റിന് പഴുത്തു കിടക്കുന്ന കശുമാവിൻ പഴത്തിൻ്റെ കൊതിപ്പിക്കുന്ന മണം. പല ഗ്രാമങ്ങളും ഇന്ന് പഴയതിൽ നിന്നും ഒരുപാട് മാറിയിരിക്കുന്നു. പടം പൊഴിക്കുന്ന പാമ്പുകളെ പോലെ പഴയതാകുന്നതിനെ തുടച്ചു മാറ്റി പുതിയതിനെയൊക്കെ എടുത്തണിയുന്ന ഗ്രാമങ്ങൾ. നമ്മുടെയൊക്കെ കുട്ടിക്കാലം പോലെ തന്നെയാണ്. മാഞ്ഞുപോയതൊന്നും ഒരിക്കലും തിരികെ വരില്ല. ചരിത്രമുറങ്ങുന്ന നമ്മുടെ ഗ്രാമത്തിലെ ഓരോ ഊടുവഴിക്കും നൂറ് കഥകളുണ്ടാകും പറയാൻ. തന്നിൽ മാത്രം മറച്ചു പിടിച്ച ഒരുപാട് രഹസ്യങ്ങളും ഉണ്ടാകും. കാലങ്ങൾക്ക് ശേഷം തിരിച്ചു ചെന്നാലും നമ്മുടെ കാൽപ്പാടുകൾ തിരിച്ചറിയുന്ന ഇടുങ്ങിയ മൺപാതകൾ, നമ്മളുടെ ശ്വാസത്തെ അളന്നെടുത്ത് നമ്മളായി അടയാളപ്പെടുത്തിയ നമ്മുടെ ഗ്രാമം. പല കാലങ്ങളിലായി പലതും മാഞ്ഞു പോകുമ്പോൾ നാളേക്ക് വേണ്ടി വരച്ചു ചേർക്കാൻ ഒന്നുമില്ലാതെയാകുന്നു. പഴയ പാട്ടിൻ്റെ ഈണങ്ങളിൽ നിന്നും നമ്മൾ അടർത്തിയെടുക്കുവാൻ ശ്രമിക്കുന്ന നമ്മുടെ ഗ്രാമത്തിൻ്റെ ചേറുമണമുള്ള ഓർമ്മകൾ. കുമിളകൾ പോലെ ഉയർന്ന കോൺക്രീറ്റ് കെട്ടിടങ്ങളുടെ ആത്മാവിൻ്റെ അടിത്തട്ടിൽ പൊടിഞ്ഞു തീർന്നൊരു നെൽപ്പാടം ഒരു കൊയ്ത്തുകാലത്തിനായി വിങ്ങുന്നുണ്ടാകും. പല ഗ്രാമങ്ങളെയും പച്ച പുതപ്പിച്ച പാടങ്ങൾ ഇന്ന് ഓർമ്മകൾ പേറുന്ന ചിത്രങ്ങളായി മാറി. നമ്മൾ സ്കൂളുകളിലേക്ക് നടന്നു കയറിയ പാടവരമ്പെല്ലാം ഇന്ന് സിമൻ്റിട്ട വീതിയുള്ള വഴികളായി. നമ്മുടെ കൺമുന്നിൽ നിന്ന് മാഞ്ഞുപോയ കാഴ്ചകളെ ഓർത്ത് വേദനിക്കുമ്പോഴും തൊട്ടടുത്ത ഗ്രാമത്തിലെ മായാത്ത സൗന്ദര്യം കണ്ട് നമ്മൾ ആശ്വസിക്കും. പണ്ടൊക്കെ നമ്മുടെ ഗ്രാമങ്ങൾ വളരെ ചെറുതായിരുന്നു എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? അന്നൊക്കെ ആ ഗ്രാമത്തിലെ എല്ലാവർക്കും പരസ്പരം അറിയാമായിരുന്ന ഒരു പച്ചിലക്കാട് പോലെയായിരുന്നു. അടുത്ത വീടുകളിലെ അടുക്കളയിലെ മണം നമ്മുടെ കൂടി മണമായിരുന്നു. അവിടുത്തെ ചെമ്പരത്തിയും മൈലാഞ്ചിയും ഒക്കെ പൂക്കുന്നത് നമ്മുടെ മുറ്റത്തായിരുന്നു. മാവിനും പ്ലാവിനുമൊക്കെ തൊട്ടടുത്ത പറമ്പിലേക്ക് ചില്ലകൾ നീട്ടി കായ്ച്ചു നിൽക്കാനായിരുന്നു ഇഷ്ടം. പക്ഷേ ഇന്നിപ്പോൾ പലപ്പോഴും ഒരു പൂമ്പൊടി പോലും മതിൽക്കെട്ടുകൾ താണ്ടി അപ്പുറം പോകാറില്ല. ചുറ്റിനും ഒരുപാട് പരിചയമില്ലാത്ത മുഖങ്ങൾ ഒരു പുഞ്ചിരി മാത്രം തന്ന് നടന്നു പോകാറുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിലെ ആൾക്കാർ ഉൾപ്പെടെ ഒരുപാട് മനുഷ്യർ ഗ്രാമത്തിൻ്റെ തുടുപ്പിനെ പങ്കിട്ടെടുത്തപ്പോൾ നമ്മളെ സദാസമയം തഴുകിയിരുന്ന ആ ശാന്തതയും ലാളിത്യവും എവിടെയോ ചിറകടിച്ചുപോയി. കൊയ്ത്ത് കഴിഞ്ഞ് വെള്ളം കയറിയ പാടങ്ങൾ പകുതിയും നെയ്യാമ്പലുകൾക്ക് സ്വന്തമാണ്. മഴയേറ്റു വെയിൽ കൊണ്ട് കിടക്കുന്ന വെള്ളാമ്പലുകൾ ആകാശത്തെ കൊതിപ്പിച്ച് കിടക്കുന്ന കാഴ്ച
ഗ്രാമത്തിൻ്റെ വിസ്മയ കാഴ്ചയാണ്. അവസാന പൂവിൽ നിന്നും കണ്ണെടുക്കാതെ കാലം അതിനെ നോക്കി വേദനിക്കുമ്പോൾ ഇനിയൊരു വസന്തമില്ലെന്ന തിരിച്ചറിവില്ലാതെ അവ വേനലിലേക്ക് പൊടിഞ്ഞു ചേരുന്നു. സമൃദ്ധിയുടെ കണ്ണെത്താത്ത പാടത്തിലെ കാഴ്ച പോലെ മാഞ്ഞുപോയൊരു ആമ്പൽക്കാലം. നാട്ടുവഴികൾ തിരഞ്ഞ് വഴിതെറ്റിയെത്തുന്ന കാറ്റ് പണ്ടങ്ങോ കളവു പോയ മതിപ്പിക്കുന്ന ആമ്പൽ മണം തിരഞ്ഞ് ഇടയ്ക്കെത്താറുണ്ട്. നമ്മളും ചിലപ്പോഴൊക്കെ പഴയ ചില മണങ്ങളെ, രുചികളെ തിരഞ്ഞ് പോകാറുണ്ട് അല്ലേ? നാടോടിയായൊരു കാറ്റിനെ പോലെ. ഓലയും പുല്ലും മെഞ്ഞ കുടിലുകളിൽ നിന്നും പലരും സുരക്ഷിതമായ കെട്ടിടങ്ങളിലേക്ക് കൂടുമാറിയപ്പോൾ ചാണകമണമുള്ള മണ്ണു തേച്ച വീടുകൾ ഗൃഹാതുരതയുടെ പ്രതീകമായി മാറി. നമ്മൾ ഗ്രാമങ്ങളിൽ സ്ഥിരതാമസമാക്കിയവർ ആണെങ്കിൽ പോലും ചിലതൊക്കെ കാണുമ്പോൾ നമ്മളിൽ നിന്നും മാഞ്ഞുപോയ കാഴ്ചകളിലേക്കും ഓർമ്മകളിലേക്കും മനസ്സ് പതിയെ ഊർന്നിറങ്ങും. ഗൃഹാതുരത നമ്മളെ വേട്ടയാടും, ശരിയല്ലേ? പഴയ മണ്ണെണ്ണ വിളക്കുകളും ശരറാന്തലും പെട്രോൾ മാക്സും ഒക്കെ നമുക്ക് ചുറ്റും പ്രകാശം പരത്തി കത്തി നിൽക്കും. ശൂന്യമായ പത്തായപ്പുരയിലെ ഇരുട്ടുപോലും ഈർപ്പമിടാത്ത നെല്ലിൻ്റെ പഴയ മണമിട്ട് പുറത്തു വരാൻ മടിക്കുന്ന പോലെയാണ് നമ്മുടെ മനസ്സും ഗ്രാമത്തനിമ മറന്ന് എവിടേക്കും ഇറങ്ങിപ്പോകാത്തത്. നമ്മുടെ സംസ്കാരങ്ങളും ആചാരങ്ങളും കൂടുതലായി നിലനിൽക്കുന്നത് ഗ്രാമങ്ങളിലാണ്. തിടമ്പേറ്റിയ ആനകളും കെട്ടുകുതിരകളും പഞ്ചാരിമേളവുമൊക്കെ ഗ്രാമത്തിൻ്റെ സ്പന്ദനങ്ങളാണ്. ഇവയ്ക്കൊന്നും ഇപ്പോഴും മാറ്റം വന്നിട്ടില്ല. എല്ലാ ഗ്രാമങ്ങളിലും ഉത്സവങ്ങൾ പഴയതിനേക്കാൾ കൂടുതൽ ആർജവത്തിൽ നടത്താറുണ്ട്. ഒരിക്കലും ഒരു ആഘോഷങ്ങളും നമ്മളെ വിട്ടു പോകാറില്ല. മനുഷ്യനിനി എത്ര തിരക്കാണെങ്കിലും ആഘോഷങ്ങൾ കഴിഞ്ഞ് മറ്റെന്തുമുള്ളൂ. പിന്നെ ചില കലാരൂപങ്ങൾ അന്യം നിന്ന് പോയിട്ടുണ്ടെന്ന് മാത്രം. ഒരൊറ്റ രാത്രി കൊണ്ട് മാഞ്ഞു പോകുന്നതല്ല ഒന്നും. കാലങ്ങൾ കടന്നു പോകുമ്പോൾ പതിയെ പതിയെ മായുന്നതാണ്. പ്രകൃതിയുടെ മാറ്റങ്ങളും ജീവിത രീതിയിലെ മാറ്റങ്ങളും ഒക്കെയാണ് പലതും ഓർമ്മകളായി മാറുന്നത്. എവിടെ നോക്കിയാലും ചുറ്റിനും കാണാപ്പുറങ്ങൾക്കപ്പുറം വിളഞ്ഞു കിടക്കുന്ന പാടശേഖരങ്ങൾ, അതിനു ചുറ്റും കാവലായി കൈകോർത്ത് നിൽക്കുന്ന കരിമ്പനകൾ, അവയ്ക്ക് കാവലായി അതിർത്തി പങ്കിടുന്ന കരിമലകൾ, മലയുടെ മുകൾത്തട്ടിലും താഴെത്തട്ടിലും ഓടിത്തളർന്ന മേഘങ്ങൾ വിശ്രമിക്കുന്നുണ്ടാകും. താഴെയുള്ള മനം വഹിക്കുന്ന കാഴ്ചകൾ കണ്ട് അവ മെല്ലെ മെല്ലെ താഴ്വരകളിലേക്ക് ഇറങ്ങി വരും. പലപ്പോഴും പാടവരമ്പത്ത് കുടപിടിച്ചു നിൽക്കുന്ന തെങ്ങോലകളിൽ ഓലഞ്ഞാലിക്കിളികൾ തൂങ്ങിയാടുന്നത് കാണാം. ഇത്തരം കാഴ്ചകൾ നമ്മളെ ഭ്രമിപ്പിക്കുക മാത്രമല്ല, അതിലില്ലാത്തൊരു സന്തോഷത്തിൻ്റെ ആഴക്കടലിൽ മുങ്ങിപ്പോകും. പാടം കടന്നങ്ങ് അക്കരെ ചെല്ലുമ്പോൾ ചെറിയ കുന്നിൻ മുകളിൽ കാലങ്ങൾ പഴക്കമുള്ള വലിയ വൃക്ഷങ്ങളും വളരെ പുരാതനമായ ഒരു ക്ഷേത്രവും കാണാം. ചില ഗ്രാമങ്ങൾക്ക് ദൈവത്തിൻ്റെ മുഖമാണ്. സൗന്ദര്യം ഇത്തിരി പോലും ചോർന്നു പോകാതെ എല്ലാ നന്മയോടും കൂടി നിലനിൽക്കുന്ന ഒരുപാട് ഗ്രാമങ്ങൾ ഇപ്പോഴുമുണ്ട്. നമ്മുടെ ജീവിതത്തോട് തുന്നിച്ചേർത്ത് വെച്ച ഗ്രാമക്കാഴ്ചകൾ എപ്പോഴും ഏറ്റവും തിളക്കമുള്ളൊരു നക്ഷത്രം പോലെ ആത്മാവിൽ കത്തി നിൽക്കാറുണ്ട്. വിശാലമായ നദികളും കുളങ്ങളും വിസ്തൃതമായ പുൽമേടുകളും താഴ്വരകളും നമ്മുടെ ഉള്ളിൽ പറ്റിച്ചേർന്ന് കിടപ്പുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ കുറവാണെങ്കിലും ഗ്രാമത്തിൻ്റെ പച്ചപ്പും കുളിർമയും നമ്മളെ നിർത്താതെ പുണരുന്ന കാഴ്ചകളും ഗ്രാമത്തിലെ ജീവിതം നമ്മളെ മടുപ്പില്ലാത്തതാക്കുന്നു. പ്രകൃതിയിലെ മനോഹരമായ കാഴ്ചകൾ നമുക്കെപ്പോഴും സമാധാനം തരുന്നതാണ്. ഗ്രാമജീവിതം എപ്പോഴും സമ്പുഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ഇടയ്ക്ക് ഗ്രാമങ്ങളിലേക്കൊരു യാത്രയ്ക്ക് തയ്യാറാകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഗ്രാമങ്ങളിൽ ഇടയ്ക്ക് പോകുന്നത്. നമ്മളെപ്പോഴും നമ്മുടെ ഓർമ്മകളിലേക്ക് ചുരുങ്ങി ചുരുങ്ങി ഒരു ബിന്ദുവായി മാറും, ഏതണുവിലേക്കും അലിഞ്ഞു ചേരും വിധം. കൈമുദ്രകൾ പതിപ്പിച്ച് ഒഴുകി മാഞ്ഞു പോയൊരു പുഴ ഇപ്പോഴും കാലടികളിൽ നനവ് പടർത്തി കിടക്കുന്നത് പോലെ എത്ര മറഞ്ഞു പോയാലും നമ്മുടെ ഗ്രാമം നമ്മളിൽ സദാസമയം മിടിച്ചുകൊണ്ടേയിരിക്കും. പറഞ്ഞാലും തീരാത്ത നന്മകളാണ് നമ്മുടെ ഗ്രാമത്തിന്. എത്ര നനഞ്ഞാലും കൊതി തീരാത്ത മഴ പോലെയാണ് ഓരോ ഗ്രാമങ്ങളും. വിശേഷങ്ങൾ ഒരുപാടുണ്ട് പറയാൻ. പക്ഷേ ഇന്നിപ്പോൾ ഹൃദയപൂർവ്വത്തിൻ്റെ സമയം കഴിഞ്ഞു. പുതിയ വിശേഷങ്ങൾക്കായി കാത്തിരിക്കൂ. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ജൂലി ഗണപതിയാണ്. കേട്ടുകൊണ്ടേ ഇരുന്നോളൂ. ഇത് റേഡിയോ ലൈവ്, ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ.